ഓണാട്ടുകരയ്ക്ക് കെട്ടുത്സവങ്ങൾ പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് അവിടെ നടത്തപ്പെടുന്ന ഏറ്റവും മഹത്തായ ദാനമായ അന്നദാനവും. അതിൽ തന്നെ ഏറ്റവും പ്രിയം കഞ്ഞിയോടും അസ്ത്രത്തിനോടും. അസ്ത്രം ഓണാട്ടുകരയുടെ സ്വന്തം വിഭവം. നമ്മുടെ തനത് കിഴങ്ങുവർഗ്ഗങ്ങളായ ചീനിയും ചേമ്പും കാച്ചിലും കൂവക്കിഴങ്ങും പിന്നെ മത്തങ്ങയും പച്ചയത്തക്കയും വൻപയറും അങ്ങനെ ഒരുപാട് കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും ചേർത്താണ് അസ്ത്രം തയ്യാറാക്കുന്നത്. കൂട്ടുകൾ എത്രത്തോളം കൂടുന്നുവോ അസ്ത്രം അത്രയും നന്നാവുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. അസ്ത്രം കഴിഞ്ഞാൽ ഇഷ്ടം കഞ്ഞിയോടും മുതിരയോടുമാണ്. സാധാരണ കഞ്ഞിസദ്യ ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ വകയായാണ് നടത്താറ്. നടത്തുന്ന ആളുടെ താല്പര്യമനുസരിച്ചാണ് അന്ന് കഞ്ഞിയുടെ കൂടെ അസ്ത്രമാണോ മുതിരയാണോ വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇന്നിവിടെ രണ്ടുമുണ്ട്. കഞ്ഞിസദ്യ റെഡിയായാൽ ആദ്യം അത് നടത്തുന്ന ആൾ നന്ദികേശ തിരുസന്നിധിയിൽ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും നാട്ടുകാർക്കായി വിളമ്പുന്നത്. കഞ്ഞിയുടെ കൂടെ പപ്പടവും അച്ചാറും ഉണ്ടാകും. കഞ്ഞി വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകുന്നതിനും അവിടെ ഇരുന്ന് കുടിക്കുന്നതിനുമുള്ള സൗകര്യങ്ങളുണ്ട്. സാധാരണ 1 മണിക്കാണ് കഞ്ഞിസദ്യ തുടങ്ങാറ്. അതറിയിക്കാനായി പടക്കം പൊട്ടിക്കാറുണ്ട്. നാളത്തെ കഞ്ഞിക്കായുള്ള അരി ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് കാണാം. ഓണാട്ടുകരയുടെ ഈ ആചാരങ്ങളും നന്മയും എന്നും തുടരട്ടെ.